ഞങ്ങൾ ചെറിയൊരു വൺ ഡേ ട്രിപ്പിന് പോയ കഥയാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. നമ്മൾ പോകുന്ന വഴി കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കൂടുതലും കണ്ട ടൂറിസ്റ്റുകൾ KSRTCയിൽ ടൂർ പാക്കേജിൽ വന്നവരാണ് കേട്ടോ. ഇന്ന് വരെ ഈ ഒരു KSRTCയുടെ ടൂർ പാക്കേജിൽ വന്നവരെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 8:15 ആയപ്പോഴേക്കും ഈ ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിൽ എത്തിയായിരുന്നേ. അപ്പോൾ വണ്ടി ഇടാനായിട്ട് രണ്ടുപേരും കൂടെ സ്ഥലം നോക്കി നടക്കുമായിരുന്നേ. ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഒരുപാട് വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പ്ലേസ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് റോഡിൽ നിന്ന് തന്നെ എടുക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പവും പൊറോട്ടയൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവരും എടുത്ത് കഴിച്ചു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജീപ്പിൽ കയറാം. അപ്പോൾ അത് പകുതി വരെ വരുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ നടന്ന് കയറണേ. അപ്പോൾ ഞങ്ങൾ ഈ രാവിലത്തെ ആ ഒരു ആവേശത്തിൽ നടന്ന് കയറാമെന്ന് വെച്ച് ഞങ്ങൾ നടന്നാണ് കേട്ടോ കയറുന്നത്. എൻ്റെ അപ്പൂൻ്റെ ആവേശം ഒരു പകുതിയോടടുക്കുന്നതിന് മുമ്പേ കെട്ടടങ്ങിയായിരുന്നു. ശംഖു മേളിൽ ചെല്ലും, പിന്നെ ഞങ്ങളെ നോക്കി താഴത്തോട്ട് ഓടും കേട്ടോ. അവൻ ഈ കൊച്ചു പ്രായമായതുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനായിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർ മേളിൽ ചെല്ലും, അവൻ പിന്നെ ഞങ്ങളെ നോക്കി താഴത്തോട്ട് പോരും. മുകളിൽ നിന്ന് നോക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു KSRTC നല്ല സൗണ്ടിലാണ് കേട്ടോ പാട്ട് വെച്ചിട്ട് പോകുന്നത്. നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 ജില്ലകൾ കാണാമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കൊണ്ട് അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും നേരത്തെ പോയി സീറ്റ് പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് കുറേ നേരമായെന്നും പറഞ്ഞ് ശംഖു ഭയങ്കര തള്ളായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല രസമാണ് കേട്ടോ കാണാനും നല്ല ഒരു ക്ലൈമറ്റുമാണ് ആ ഒരു മുകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങിയാൽ നല്ല കോടയുണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അച്ഛനും അമ്മയും ശംഖുവും ഒന്നുമില്ല, ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ഞങ്ങൾ കുറച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് പാടായതുകൊണ്ടാണ് അവരോട് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇവിടെ നല്ല വ്യൂ ആണ്. ഈ ഒരു താഴത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും നല്ല തണുപ്പാണ് കേട്ടോ. താഴേക്ക് നമ്മൾ ഇറങ്ങും തോറും ഇങ്ങനെ തണുപ്പ് കൂടി വരുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി അവിടെ തന്നെ നിന്നു കേട്ടോ. ബാക്കി അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ചെറിയൊരു വഴിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും അങ്ങോട്ട് പോകാനായിട്ട് നോക്കിയില്ലേ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വേഗം തന്നെ മുകളിലേക്ക് കയറിയേ. ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ.